വയലന്റ് ക്രൗഡിനെ ഒരു സർക്കാർ നേരിടുന്നത് എങ്ങനെയാണ്? ആദ്യം ലാത്തി ചാർജ് ചെയ്യുക, ടിയർ ഗ്യാസ് ഉപയോഗിക്കുക, ആകാശത്തേക്ക് വെടിവെക്കുക. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ? ടി മോഹൻദാസിന്റെ വിവാദ പരാമർശം സൈബർ സെൽ ഐ ജി പി പ്രകാശ് അന്വേഷിക്കും. വിവരങ്ങൾ എന്താണ്? ഇന്ന് SFIയും അതുപോലെ തന്നെ AIYF-ഉം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പഴയ കാര്യം, ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. 1973-74 എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ഒരേ സമയത്ത് ഭരണകൂട വിരുദ്ധ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട കാലം. അതിന് കാരണമായത് രാജ്യത്തുണ്ടായ അനിയന്ത്രിതമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഒക്കെയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇന്ദിരാ ഗവൺമെന്റിനെതിരെ അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയ ആക്ഷേപങ്ങളും കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നതോടെ സംഗതി വഷളായി തുടങ്ങും. കോൺഗ്രസ് ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള സമരങ്ങൾ തുടങ്ങുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള LD എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നാണ്. 1973 ഡിസംബറിൽ ഈ ഹോസ്റ്റലിലെ മെസ് ഫീസ് 20% വർദ്ധിപ്പിക്കും. ഇതിനെതിരെ വിദ്യാർത്ഥികൾ അന്ന് തുടങ്ങിയ സമരം പിന്നീട് കോൺഗ്രസ് മുഖ്യമന്ത്രി ചിമൻഭായ് പട്ടേൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭമായി സംസ്ഥാനം മുഴുവൻ വ്യാപിക്കും. പക്ഷേ സമാധാനപൂർവ്വം പുരോഗമിച്ച ആ സമരത്തിന് CM ആയിട്ടുള്ള അബ്ദുൽ ഗഫൂറിന്റെ പോലീസ് നേരിടുന്നത് ലാത്തികളും തോക്കുകളും ഉണ്ടാകും. 1974 മാർച്ച് 18-ന് ഒരു പോലീസ് വെടിവെപ്പ്. അതിൽ 8 യുവാക്കൾ കൊല്ലപ്പെടും. 1974 ജൂൺ 5-ാം തീയതി പട്നയിലെ ഗാന്ധി മൈതാനത്ത് 10,000 സാക്ഷി നിർത്തി JP ഒരു തീപ്പൊരി പ്രസംഗം നടത്തും. പിന്നീട് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വാക്കുകളാണ് അന്ന് JP പറഞ്ഞത്. ഇതിന്റെ തുടർച്ചയായി 1974 അവസാനത്തോടെ ഇന്ത്യയിൽ മുഴുവൻ ഒരു കോൺഗ്രസ് വിരുദ്ധ തരംഗം ഉടലെടുക്കുകയും ആ മുന്നേറ്റത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എൻ ബ്ലോക്കായിട്ട് JPക്കൊപ്പം നിൽക്കുകയും ചെയ്യും. 1975 മെയ് 6-ന് ഇന്ത്യക്കെതിരെ JP ദില്ലിയിൽ നടത്തിയ 1,00,000 പേരുടെ ലോങ് മാർച്ചിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം ജനതാ കാ ദിൽ ബോൾ രഹാ ഹെ, ഇന്ദിരാ കാ ആസൻ ഡോൾ രഹാ ഹെ എന്നായിരുന്നു. എന്ന് വെച്ചാൽ ജനഹൃദയങ്ങൾ പറയുകയാണ് ഇന്ത്യയുടെ സിംഹാസനം ഇതാ ഉലയുകയാണ് എന്നാണ്. പിന്നീടുള്ള മണിക്കൂറുകൾ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അഥവാ അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപന രേഖ ഡ്രാഫ്റ്റ് ചെയ്തു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ സത്യത്തിൽ നടുപൊട്ടിയത് ഇന്ത്യയുടെ ഇളയപുത്രനായ സഞ്ജയ് ഗാന്ധിയുടെ മനസ്സ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ്, അമ്മയുടെ മേൽ കാര്യമായിട്ടുള്ള സ്വാധീന ശക്തി ഉണ്ടായിരുന്ന സഞ്ജയ് ഗാന്ധിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കൈവന്നു. കൃത്യമായ ഒരു ക്യാബിനറ്റ് റാങ്ക് ഇല്ലാതെ തന്നെ ക്യാബിനറ്റിന്റെ അകത്തളത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുക പോലും ചെയ്യാതെ രാജ്യത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള വ്യക്തിയായി സഞ്ജയ് ഗാന്ധി മാറി. അടിയന്തരാവസ്ഥയുടെ ആദ്യ ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും തന്നെ സഞ്ജയ് ഗാന്ധി ഇന്ത്യയുടെ മുഖ്യ രാഷ്ട്രീയ ഉപദേഷ്ടാവും. അതോടെ മുഖ്യമന്ത്രിമാർ സഞ്ജയിന് മുന്നിൽ മുട്ടിലെറിഞ്ഞു. സഞ്ജയ് ഗാന്ധിയുടെ ഈ സ്റ്റെറിലൈസേഷൻ ഹൊററിനെ പറ്റി സൽമാൻ റുഷ്ദി തന്റെ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന നോവൽ പോലും പരാമർശിക്കുന്നു. ഈ നിർബന്ധിത വന്ധ്യംകരണത്തിനെതിരെ ദില്ലിയിൽ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങൾ, ലഹളകൾ, പോലീസ് വെടിവെപ്പിൽ അന്ന് 50-ലേറെ പേര് കൊല്ലപ്പെട്ടിട്ടും പ്രസ് സെൻസർഷിപ്പ് നിലവിലുള്ളത് കാരണം അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ. അന്നൊക്കെ സഞ്ജയ് ഗാന്ധി പറഞ്ഞു വെച്ചിരുന്ന മൊബൈൽ സ്റ്റെറിലൈസേഷൻ വാൻ കാണുമ്പോഴേക്കും നാട്ടിലെ പുരുഷന്മാർ കണ്ടും വഴി ഓടി രക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുന്നത് പോലും അപകടകരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ കൊട്ടകയുടെ വാതിലെല്ലാം അടച്ച് അകത്ത് കുടുങ്ങിയവരെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ചു വിടുമായിരുന്നു. വിനോദ് മേത്ത എഴുതിയ ദി സഞ്ജയ് സ്റ്റോറി എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി ഇന്ദിരി ബച്ചാവോ എന്നൊരു അധ്യായം തന്നെയുണ്ട്.